കോഴിക്കോട് വെസ്റ്റ് ഹിൽ ശാന്തി നഗറിലെ വീടുകൾ കടലെടുക്കുന്നതായി പരാതി. വെസ്റ്റ് ഹിൽ സ്വദേശിനി ശൈലജയുടെ വീട് കഴിഞ്ഞ ദിവസമുണ്ടായ കടലാക്രമണത്തിൽ ഭാഗികമായി തകർന്നു. സമീപത്തെ മറ്റു വീടുകളും തകർച്ചയുടെ വക്കിലാണ്. കടൽ ഭിത്തി ഉണ്ടായിട്ടും വീടുകളിൽ വെള്ളം കയറുന്നതിന് പരിഹാരമില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഒരു വർഷം മുമ്പ് അറ്റകുറ്റപ്പണി നടത്തിയ കടൽ ഭിത്തിയാണിത്. ഈ കടൽ ഭിത്തിയോട് ചേർന്നാണ് മരവും ഷീറ്റും കൊണ്ട് നിർമ്മിച്ച ശൈലജയുടെ വീട്. ശനിയാഴ്ചയുണ്ടായ ശക്തമായ കടൽക്ഷോഭത്തിൽ ഭിത്തിയും തകർന്ന് ശൈലജയുടെ വീട് വരെ തിരയെത്തി. വീടിന്റെ ഭൂരിഭാഗവും തകർന്നു. അടുക്കളയിലും മുറിയിലും ഉൾപ്പെടെ വെള്ളം കയറി. വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കടൽക്ഷോഭം രൂക്ഷമായതോടെ ഇവിടെയുള്ള കുടുംബങ്ങൾ അന്തിയുറങ്ങുന്നത് ഭീതിയോടെയാണ്. ചെറിയ ചെറിയ കല്ലുകളാണ് ഇട്ടിക്കുന്നത്. ഒക്കെ പൊടിച്ചിവിടെ വന്നിട്ട് ഇവരെ വലിയ കല്ല് കൊണ്ടുവന്നിട്ട് അത് ഇവിടുന്ന് പൊടിച്ചിട്ട് ചെറുതാക്കിയിട്ട് ഇട്ടിക്കുന്നത്. ഇതൊന്നും ഒരു കാര്യമില്ല. ആ ബട്ടറോഡ് ഭാഗത്തൊക്കെ നല്ല ഹൈറ്റിന് നല്ല വലുതാക്കിയിട്ട് ഇട്ട് അതുപോലെ ഇടുകയാണെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഒന്ന് താഴ്ത്തി ഇട്ട് പിന്നെ പോരാ തന്നെ വലിയ കല്ല് കൊണ്ടുവന്ന് പൊട്ടിച്ചിട്ടാണ് ഇട്ടത്. അപ്പം ആ വലിയ കല്ല് ഒന്ന് ഇടിക്കാനുള്ള ആ ഒരു ഇതെങ്കിലും ഉണ്ടായാൽ മതിയാണ്. അങ്ങനെ അതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ശൈലജയുടേതുപോലെ തന്നെ ഒട്ടേറെ കുടുംബങ്ങൾ ഇവിടെ കടലാക്രമണ ഭീതിയിലാണ് കഴിയുന്നത്. ഈ കാലവർഷം എങ്ങനെ കഴിച്ചുകൂട്ടുമെന്ന ചിന്തയിലാണ് ഓരോ ദിവസവും തീരദേശവാസികൾ തള്ളി നീക്കുന്നത്. വർഷങ്ങളായുള്ള ഈ ദുരിതം അധികാരികളെ അറിയിച്ചെങ്കിലും ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ലെന്ന് തീരദേശവാസികൾ പറയുന്നു. വോട്ട് കഴിച്ചു തരൂ, വോട്ട് കഴിച്ചാൽ നമ്മൾ വോട്ട് ചെയ്യും. ഇനിയിപ്പോൾ വോട്ടും ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട, നമ്മൾ കഷ്ടപ്പെട്ടിങ്ങനെ ജീവിച്ചോളാം. ഞാൻ ഓരോരോ വീട്ടിൽ രാത്രി പോയി കിടക്കുക. എൻ്റെ ജീവിതം കുപ്പി ഇറക്കി വിറ്റിട്ടാണ്. കുറേ സാരികളെല്ലാം തുണികളും പോയി, കട്ടിൽ പോയി, കിടക്ക പോയി, എല്ലാം പോയി. ഇനി പോകാനൊന്നുമില്ല. 2-3 പാത്രമേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒക്കെ ഒലിച്ചുപോയി. മേഖലയിലെ ജനജീവിതം സുരക്ഷിതമാക്കാൻ സർക്കാർ ഫലപ്രദമായ പ്രതിരോധ മാർഗങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് ജനങ്ങളുടെ പ്രധാന ആവശ്യം. നിലവിൽ കാലവർഷം കഴിയുന്നതുവരെ ശൈലജയ്ക്കും സമീപവാസികൾക്കും സർക്കാർ സുരക്ഷിതമായ പാർപ്പിടം ഒരുക്കി നൽകണമെന്നും സമീപവാസി പറയുന്നു. ഇന്നലെയൊക്കെ ഞങ്ങളുടെ വീടിന്റെ ഈ ഉയരത്തിലാണ്, മേലെക്കൂടെയാണ് തിര വരുന്നത്. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ വീഴുക, അവിടെ എവിടെയും ടച്ച് ചെയ്യാണ്ട് ചില ടൈമിന് താഴെ വീഴുക. അല്ലെങ്കിൽ കടൽ ഭിത്തി ചുമരിനോട് ചേർന്നിട്ടൊക്കെ അടിക്കുമ്പോൾ ഞങ്ങൾക്ക് തേപ്പ് കഴിയാത്ത വീടാണ്. അപ്പം പൊളിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അടിത്തറയിൽ നിന്ന് വരെ മണ്ണ് അങ്ങോട്ട് ഒലിച്ചു പോയിക്കുന്നു. അപ്പോൾ നമുക്ക് പേടിയാണ്. 2 പ്രാവശ്യം വീട് വീണതിനോട് ഞങ്ങൾ ക്യാമ്പിലൊക്കെ നിന്നതാണ്. കാലാകാലങ്ങളായി തീരദേശ ജനത നേരിടുന്ന ദുരവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അധികാരികൾ തീരദേശവാസികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ മനുഷ്യർ. ന്യൂസ് മലയാളം, കോഴിക്കോട്.